ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന റോസാ ചെടികളിൽ നിറയെ പൂക്കളുണ്ടായി കാണുമ്പോൾ നമുക്ക് അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാവുന്നതായിരിക്കും അല്ലേ. റോസിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാം ആ ഒരു കാഴ്ച നമ്മുടെ മനസ്സിനെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന്. റോസാപ്പൂക്കളോടുള്ള ഇഷ്ടം കാരണം നമ്മൾ എല്ലാവരും നഴ്സറിയിൽ നിന്ന് ഒരുപാട് ചെടികൾ മേടിച്ച് വയ്ക്കാറുണ്ട്. അതും പൂവോട് കൂടിയിട്ടുള്ളതാണ് നമ്മൾ മേടിച്ച് വയ്ക്കാറ്. പക്ഷേ നമ്മൾ മേടിച്ച് കൊണ്ടുവന്ന് അതുമേലുണ്ടായ പൂക്കൾ വിരിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ പൂക്കൾ ഉണ്ടാവാതിരിക്കുക, അതേപോലെ തന്നെ ആ മേടിച്ച് കൊണ്ടുവന്ന ഭംഗി ചെടികൾക്ക് നഷ്ടപ്പെടുക, അതേപോലെ മുട്ടുകളൊന്നും വിരിയാതിരിക്കുക, ചെടി മുരടിച്ച് പോവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ആ ചെടിയുടെ ഭംഗിയെ മുഴുവനായിട്ട് നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങളൊക്കെ കാണിച്ചുകൊണ്ടും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ റോസാ ചെടികളിലെ മുരടിപ്പ് മാറ്റാനും അതുപോലെ തന്നെ ഈ പ്രാണികളുടെയും കീടങ്ങളുടെയും ശല്യം ഒഴിവാക്കാനും അതുപോലെ ഫംഗസുകളിൽ നിന്ന് ചെടികളെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്പുകൾ ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. മഴക്കാലമായതോടുകൂടി തന്നെ ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ നമ്മുടെ ചെടികളിൽ വളരെ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തേന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ വീട്ടിലെ റോസാ ചെടിയാണ് കേട്ടോ. അതിലത്തെ ഇലകളൊക്കെ ഇതേപോലെ ഇങ്ങനെ പഴുത്ത് നിൽക്കുക, ആ പഴുത്ത ഇലകളൊക്കെ കൊഴിഞ്ഞു പോകുക. ഇതൊക്കെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ വരുന്നത്. അതുപോലെ ഈ ഇലകളിൽ കാണുന്ന കറുത്ത ഡോട്ടുകളും ഇതെല്ലാം നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതിന് നമ്മൾ തുടക്കത്തിൽ തന്നെ നല്ലൊരു ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഏത് ഫംഗിസൈഡാണ് ഉപയോഗിക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഞാനിവിടെ ഫംഗിസൈഡായിട്ട് എടുത്തിട്ടുള്ളത് സാഫാണ് കേട്ടോ. സാഫ് നല്ലൊരു ഫംഗിസൈഡാണ്. അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം ഫംഗിസൈഡ് എടുക്കുക, സാഫ് എടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളമായിട്ട് പെട്ടെന്ന് അലിയുന്ന ഒരു ഫംഗിസൈഡ് കൂടിയാണ് കേട്ടോ സാഫ്. നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. രോഗങ്ങൾ വരുന്നതിന് മുമ്പേ നമുക്ക് അടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും കഴിവതും രോഗങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഇത്തരം ഫംഗിസൈഡുകളൊക്കെ ഒന്ന് നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത് നമ്മളത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു കുപ്പിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കാം. ഇലകളിലുണ്ടാവുന്ന വാട്ടം, അതുപോലെ മുരടിപ്പ്, മഞ്ഞളിപ്പ്, ബ്ലാക്ക് സ്പോട്ട് ഇതൊക്കെ മാറ്റാനായിട്ട് സാഫ് നല്ലതാണ് കേട്ടോ. നമ്മളിത് സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്നിട്ട് നമുക്ക് നമ്മുടെ രോഗബാധയുള്ള എല്ലാ ചെടികളുടെയും ചുവട്ടിലും അതുപോലെ ഇലകളിലും എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് സ്പ്രേ ചെയ്യുക മാത്രമല്ല ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ മഴ സമയമാകുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ചെടികളുടെ വേരുകളൊക്കെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് വെള്ളം കെട്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്താ പറയുക, ഒരു മഴയൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെടികൾക്ക് എല്ലാ ഭാഗത്തും കിട്ടുന്ന പോലെ വേരിലും അതുപോലെ മണ്ണിലും എല്ലാം കിട്ടുന്ന പോലെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഒരാഴ്ചയിൽ ഇടവിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. പറ്റില്ലെങ്കിൽ മാസത്തിൽ ഒരു 2 തവണയെങ്കിലും ചെയ്യുക. അതുപോലെ രോഗം ബാധിച്ച ചെടികൾക്ക് മാത്രമല്ല അതിൻ്റെ അടുത്തിരിക്കുന്ന ചെടികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അവയ്ക്കും ഈ രോഗം പകരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ ചെടിയിൽ ഈ മഞ്ഞച്ച് നിൽക്കുന്നതും അതേപോലെ തന്നെ ബ്ലാക്ക് സ്പോട്ടാക്കി നിൽക്കുന്ന ഇലകളൊക്കെ അതുമ്പോൾ തന്നെ വയ്ക്കാതെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയോ അല്ലെങ്കിൽ പറിച്ച് കളയുകയോ ചെയ്യുക. കാരണം അതുമ്പോൾ തന്നെ നിന്നാൽ ആ ഇലകൾ കൊഴിഞ്ഞ് ചെടിയുടെ ചൂട്ടിലേക്ക് വീണ് അത് വേരിനെ ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ചെടിച്ചട്ടിയിൽ കാണുന്ന ഇതേപോലുള്ള കളകളുണ്ടല്ലോ, അത് നമ്മൾ എപ്പോഴും നീക്കം ചെയ്തിട്ട് ചെടിച്ചട്ടിയൊക്കെ നല്ല നീറ്റായിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്, അടിയിലൊന്നും ഇല്ലാണ്ട്. കാരണം ഈ കളകൾ വലുതാകുമ്പോൾ അതുമ്മേ പ്രാണികൾ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പ്രാണികൾ നമ്മുടെ ചെടിയിലേക്കും വന്ന് നമ്മുടെ പൂമുട്ടുകൾ തിന്നാനും അതുപോലെ ചെടികളുടെ ഇലകൾ നശിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് കളകൾ വരുമ്പോൾ തന്നെ അത് പറിച്ച് ചെടിച്ചട്ടി നല്ല
വൃത്തിയാക്കി വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നമ്മുടെ ചെടിയുടെ ഇലകൾ വല്ലതും ചെടിച്ചട്ടിയിൽ ഉണങ്ങി വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക. എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിട്ടാവും നമ്മൾ റോസാ ചെടികളൊക്കെ വളർത്തുക. പക്ഷേ അത് ഈ കീടശല്യങ്ങളും ഫംഗസിൻ്റെ ശല്യമൊക്കെ കാരണം ചെടി വളരെ പെട്ടെന്ന് നശിച്ചു പോകാനായിട്ട് കാരണമാവണു. അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് റോസ് വളർത്തുന്നവർക്ക്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പരമാവധി ഇത്തരം കീടങ്ങളൊക്കെ അകറ്റി നിർത്താം. ഇത് എൻ്റെ തോട്ടത്തിലെ സ്നോ റോസാണ് കേട്ടോ. അത് കണ്ടില്ലേ, നല്ല ബഞ്ചായിട്ട് നിറയെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുട്ടുകളൊക്കെ പ്രാണി കടിച്ചെടുത്തിരിക്കുകയാണ്. ഇത് വിരിയുന്നതൊക്കെ ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് പൂവൊക്കെ വിരിയുന്നത്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇലകളൊക്കെ ചുരുണ്ട് വരിക. മുട്ടുകളൊക്കെ നോക്കി, വിരിയുന്ന എല്ലാ മുട്ടുകളും ഈ പ്രാണികൾ കടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഓർഗാനിക്കായിട്ട് ചെയ്യാവുന്ന ഒരു പെസ്റ്റിസൈഡിൻ്റെ കാര്യം കൂടി ഞാനിതിൽ പറയുന്നുണ്ട്. ഒന്നല്ല, എല്ലാ ചെടിയുടെയും മുട്ട് ഈ പ്രാണികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ തിന്നുന്നുണ്ട്. അതുപോലെ ഇലകളും തിന്നുന്നുണ്ട്. കണ്ടില്ലേ, ഒറ്റ മുട്ടുകളും നേരെ ചുവ വിരിയുന്നില്ല. ഒക്കെ ഈ കടിച്ച് പകുതിയൊക്കെ ആയി വൃത്തിയില്ലാണ്ടാണ് വിരിയുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ വളർത്തുന്നവർക്ക് വളരെ സങ്കടമാവും. അപ്പോൾ അതിന് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു പെസ്റ്റിസൈഡാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓർഗാനിക്കായിട്ട് നമുക്ക് അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. ഇത് നാടൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ പൊടിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ നമ്മൾ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ പാത്രം കഴുകുന്ന ലിക്വിഡോ അല്ലെങ്കിൽ ഷാമ്പുവോ അല്ലെങ്കിൽ തുണി കഴുകുന്ന ലിക്വിഡൊക്കെ ഉണ്ടാവില്ലേ, അത് ഒരു 2-3 ഡ്രോപ്പും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ വെള്ളത്തിൽ ലിക്വിഡും മഞ്ഞൾപ്പൊടിയൊക്കെ നല്ല രീതിയിൽ മിക്സായി എടുത്തതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. അതായത് സോപ്പ് ലൈന് ഒട്ടും കൂടരുത് കേട്ടോ. കൂടിയ ചെടികൾ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു 2-3 ഡ്രോപ്സ് അത്ര മാത്രം മതി. അതിനുശേഷം നമുക്കിത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് എന്താ പറയുക, ഈ പ്രാണിയുടെ ശല്യമുള്ള ചെടികളിലൊക്കെ നന്നായിട്ടൊന്ന് ഇലകളിലും തണ്ടിലും പൂക്കളിലും മുട്ടിലൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഈ പെസ്റ്റിസൈഡും ഫംഗിസൈഡും നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മാറി മാറി നമ്മുടെ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പരമാവധി നമുക്ക് ഈ ഫംഗസ് രോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഈ പ്രാണികളുടെയും കീടങ്ങളുടെയും നിന്ന് നമുക്ക് പരമാവധി ചെടികളെ സംരക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മഴ സമയത്ത് ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചെടിയുടെ വേരുകൾ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് രാസവളങ്ങൾ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. NPK പോലുള്ള രാസവളങ്ങൾ നമുക്ക് ചെടികൾക്ക് കുറച്ച് ഒരു 2 ഗ്രാം വീതമൊക്കെ ചെടിയുടെ ചുവട്ടിൽ ഒന്നിട്ട് കൊടുക്കാം. അതേപോലെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് സാധനങ്ങളൊന്നും ഇപ്പോൾ മഴ സമയത്ത് ഇട്ട് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ നമ്മൾ ലിക്വിഡായിട്ടുള്ളത് വല്ലതും ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ മഴ മാറി നിൽക്കുന്ന സമയത്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ നമ്മൾ റോസാ ചെടിക്ക് 2 നേരം നനച്ചു കൊടുക്കേണ്ടതില്ല, രാവിലെ മാത്രം നനച്ചാൽ മതി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തന്നെ നമ്മൾ കൃത്യസമയത്ത് ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പരമാവധി നമുക്ക് കീടങ്ങളെയൊക്കെ അകറ്റി നിർത്താം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വേറൊരു ദിവസം കാണാം.